ചാനൽ ട്രിനിറ്റി വോയിസ്. ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയേ പാലകൻ താനില്ലെനിക്കു ഖേദമൊട്ടു. യഹോവയേ പാലകൻ താനില്ലെനിക്കു ഖേദമൊട്ടു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി 8-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 8 വേർഡ്സ് 17 and 18. പറവകളും മൃഗങ്ങളും നിലത്ത് ഇഴയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുവരികയും ചെയ്യട്ടെ. Bring forth with thee every living thing that is with thee, of all flesh, both of fowl and of cattle, and of every creeping thing that creepeth upon the earth, that they may breed abundantly in the earth, and be fruitful and multiply upon the earth. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. And Noah went forth, and his sons, and his wife, and his sons' wives with him. നമുക്കിനി സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ റീസൺ ഫോർ എവരിത്തിങ് കംസ് ഫ്രം ഗോഡ് അലോൺ. എവരിത്തിങ് ലീവ്സ് ബൈ ഹിസ് പവർ, ആൻഡ് എവരിത്തിങ് ഈസ് ഫോർ ഹിസ് ഗ്ലോറി. റോമൻസ് chapter 11 verse 36. The Lord had made everything for his own purposes. Proverbs chapter 16 verse 4. It's all for him. The ultimate goal of universe is to show the glory of God. It is the reason for everything that exists, including you. God made it all for his glory. Without God's glory, there would be nothing. What is the glory of God? It is who God is. It is the essence of his nature, the weight of his importance, the radiance of his splendor, the demonstration of his power, and the atmosphere of his presence. God's glory is the expression of his goodness and all his other intrinsic eternal qualities. ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 7-26-27. Proverbs chapter 7 verse 26 and 27. അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാവുന്നു. For she hath cast down many wounded, many strong men have been slain by her. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാവുന്നു, അത് മരണത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. Her house is the way to hell, going down to the
ചേമ്പേഴ്സ് ഓഫ് ഡെത്ത്. ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 1 വേർഡ്സ് 9 and 10. മത്തായി 1:9-10. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു, യോഥാം ആഹാസിനെ ജനിപ്പിച്ചു, ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു. ആൻഡ് ഓസിയാസ് ബിഗാട്ട് ജോഥാം, ആൻഡ് ജോഥാം ബിഗാട്ട് ആഹാസ്, ആൻഡ് ആഹാസ് ബിഗാട്ട് എസക്കിയാസ്. ഹിസ്കിയാവ് മനശ്ശയെ ജനിപ്പിച്ചു, മനശ്ശെ ആമോസിനെ ജനിപ്പിച്ചു, ആമോസ് യോശിയാവെ ജനിപ്പിച്ചു. ആൻഡ് എസ്കിയാസ് ബിഗാട്ട് മനസ്സേസ്, ആൻഡ് മനസ്സേസ് ബിഗാട്ട് ആമോൻ, ആൻഡ് ആമോൻ ബിഗാട്ട് ജോസിയാസ്. ഇനി നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ. ശൗൽ ദാവീദിനെ കുറിച്ച് അസൂയപ്പെടുന്നു. 1 ശമൂവേൽ 18:6-16 വരെയുള്ള വാക്യങ്ങൾ. ഗോലിയാത്തിനെ വധിച്ചതിന് ശേഷം ദാവീദ് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. സൈന്യവും തിരികെ പോവുകയായിരുന്നു. അപ്പോൾ ശൗൽ രാജാവിനെ എതിരേൽക്കാൻ ഇസ്രായേൽ പട്ടണങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഒരുമിച്ച് കൂടി. അവർ വാദ്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകൾ ഇങ്ങനെയാണ് പാടിയത്: ശൗൽ കൊന്നത് 1000-ങ്ങളെ, ദാവീദോ 10,000-ങ്ങളെ. ശൗലിന് ഇത് ഇഷ്ടമായില്ല. അയാൾക്ക് വളരെ കോപമുണ്ടായി. ഇവർ ദാവീദിന് കൊടുക്കുന്നതിന് കുറച്ച് ബഹുമാനമേ എനിക്ക് തരുന്നുള്ളൂ. നാളെ അവർ ഇവനെ രാജാവാക്കും. ഇങ്ങനെ ശൗൽ രാജാവിനെ കുറിച്ച് അസൂയാലുവായി തീർന്നിട്ട് ദാവീദിനെ നിരീക്ഷണം ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു അശുദ്ധാത്മാവ് ശൗലിനെ പിടികൂടി. അയാൾ വീട്ടിൽ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുവാൻ തുടങ്ങി. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശൗലിൻ്റെ കയ്യിലൊരു കുന്തം ഉണ്ടായിരുന്നു. ഞാൻ ഇവനെ ഭിത്തിയോട് ചേർത്ത് തറയ്ക്കും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശൗൽ ദാവീദിൻ്റെ നേരെ 2 പ്രാവശ്യം കുന്തം എറിഞ്ഞു. എന്നാൽ 2 തവണയും ദാവീദ് ഒഴിഞ്ഞ് മാറിക്കളഞ്ഞു. ദൈവം തന്നെ വിട്ടുപോയി എന്ന് ശൗൽ അറിഞ്ഞു. ദാവീദിനോടുകൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ ദാവീദിനെ 1000 സൈനികരുടെ തലവനായി നിയമിച്ച് ദൂരേക്ക് അയച്ചു. ദാവീദ് തൻ്റെ സൈന്യത്തിന് നല്ല നേതൃത്വം നൽകി. യുദ്ധങ്ങളിൽ വിജയിച്ചുകൊണ്ടിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദാവീദിന് ഉണ്ടായിക്കൊണ്ടിരുന്ന വിജയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ശൗലിന് ദാവീദിനെ ഏറെ ഭയമായി. എന്നാൽ നല്ലൊരു നേതാവായിരുന്നതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ദാവീദിനെ ഇഷ്ടമായിരുന്നു. യോനാഥാൻ ദാവീദിനെ സഹായിക്കുന്നു. 1 ശമൂവേൽ 20:1-23 വരെ. ശൗലിൻ്റെ മകൻ യോനാഥാനാണ് ശൗലിൻ്റെ കാലശേഷം രാജാവാകേണ്ടത്. ശൗൽ രാജാവിനെ വളരെയധികം വെറുത്തിരുന്നെങ്കിലും യോനാഥാനും ദാവീദും ഉറ്റമിത്രങ്ങളായിരുന്നത് അത്ഭുതമാണ്. ദാവീദ് ശൗലിൻ്റെ അടുത്ത് നിന്നും ഓടി യോനാഥാൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു: നിന്റെ അപ്പൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ഒരിക്കലും അങ്ങനെ മരിക്കുകയില്ല. എൻ്റെ അപ്പൻ പരിപാടികളൊക്കെ എന്നോടും പറയും. ഇക്കാര്യം അദ്ദേഹം എന്നിൽ നിന്നും മറച്ച് വയ്ക്കുകയില്ല. നിന്നെ കൊല്ലുവാൻ അപ്പന് യാതൊരു ഉദ്ദേശവുമില്ല, യോനാഥാൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് പറഞ്ഞു: നിനക്ക് എന്നോട് വലിയ ഇഷ്ടമാണെന്ന് അപ്പന് നല്ലതുപോലെ അറിയാം. നിന്നെ വിഷമിപ്പിക്കുവാൻ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെ കൊല്ലാനുള്ള ചിന്ത നിന്നോട് പറയാതിരുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ മരണത്തിൽ നിന്ന് 1 അടി മാത്രം ദൂരെയാണ്. നീ എന്താവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യാം, പറഞ്ഞോളൂ, യോനാഥാൻ പറഞ്ഞു. നാളെയാണല്ലോ പൗർണമി ഉത്സവം. രാജാവിൻ്റെ വിരുന്നിൽ പങ്കെടുക്കാൻ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു: നീ സമ്മതിച്ചാൽ ഞാൻ വയലിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഞാൻ എന്താണ് വരാത്തതെന്ന് ഒരുപക്ഷെ നിൻ്റെ അപ്പൻ ചോദിച്ചേക്കാം. അപ്പോൾ ഞാൻ നിൻ്റെ അനുവാദത്തോടു കൂടി വളരെ അത്യാവശ്യമായി ബേത്ലഹേം വീട്ടിലേക്ക് പോയി എന്ന് പറയുക. അവിടെ വർഷം തോറും നടത്തി വരുന്ന കുടുംബോത്സവമാണ് എന്ന്
പറയണം, സാരമില്ല എന്നാണ് രാജാവിൻ്റെ മറുപടി എങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാകുകയില്ല. എന്നാൽ രാജാവിന് കോപമുണ്ടായാൽ എനിക്ക് അപകടമാണ്. എന്നെ കൊല്ലാനാണ് രാജാവിന് ഉദ്ദേശമെന്ന് മനസ്സിലാക്കാം. മരിക്കുന്നതുവരെയും നാം സ്നേഹിതരായിരിക്കാം എന്ന് നാം തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുള്ളത് പാലിക്കുമല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊന്നുകളയുക. നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ എന്തിന് ഇടയാകണം? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? യോനാഥാൻ ദാവീദിനോട് ചോദിച്ചു. എൻ്റെ അപ്പൻ നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോട് പറയാതിരിക്കുമോ? നിന്റെ അപ്പൻ നിന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ദാവീദ് ചോദിച്ചു. 5 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.